ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 26 സഭ വിശുദ്ധ സ്തേഫാനോസിനെ പ്രത്യേകം ആദരിക്കുന്ന ഒരു ദിവസമാണ്. പ്രഥമ രക്തസാക്ഷി എന്ന് പറയാവുന്ന വ്യക്തിയാണ് വിശുദ്ധ സ്റ്റീഫൻ. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ജ്ഞാനിയാകാൻ ഒരുപാട് പ്രായമാകണോ വേണ്ട എന്നുള്ളത് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പല വിശുദ്ധരുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, യഥാർത്ഥ ജ്ഞാനിയായി ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജീവിക്കാൻ ഒരുപാട് പ്രായമൊന്നും ആകണമെന്നില്ല. എൻ്റെ മറുവശം, എത്ര പ്രായമായാലും ജ്ഞാനി ആകണമെന്നുമില്ല. ദൈവിക ജ്ഞാനം സമ്പാദിക്കാനുള്ള ആ മാർഗങ്ങൾ കണ്ടെത്തി അതിലേക്ക് വരിക എന്നുള്ളതാണ്. ഏത് പ്രായക്കാർക്കും അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:10. ഈ സ്തേഫാനോസ് പ്രഥമ രക്തസാക്ഷി, ഒരു ഡീക്കൻ, ഒരു ചെറുപ്പക്കാരൻ എന്നും പറയാൻ പറ്റും. പക്ഷെ ആ പ്രായത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അഭിഷേകം ജ്ഞാനത്തിൻ്റെ അഭിഷേകം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 6:10 നമ്മൾ കാണുക. ഇവിടെ നമ്മൾ കാണുന്നത് 2 ഗണം ആൾക്കാരെ കാണാൻ പറ്റും. ഒരു ഗണത്തിൽപ്പെട്ടവരെല്ലാം വലിയ ഡോക്ടറേറ്റ് എടുത്തവർ, പണ്ഡിതന്മാർ, ഒരുപാട് പഠിച്ചവർ. മറുവശത്ത് നമ്മൾ കാണുന്നത് സ്തേഫാനോസ്. ആ പാനലിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറുപ്പക്കാരൻ സ്തേഫാനോസ്. അവനുണ്ടായിരുന്നത് ജ്ഞാനത്തിൻ്റെ അഭിഷേകം. മറ്റേ പാനലിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ വ്യക്തികൾക്കുണ്ടായിരുന്നത് ബൗദ്ധികമായിട്ടുള്ള അറിവ്, ഇൻ്റലക്ച്വൽ നോളജ്. നമ്മൾ കാണുകയാണ്, അറിവ് വെച്ച് അവർ സ്റ്റീഫനോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ അതിനെല്ലാം മണിമണിയായിട്ട് ഉത്തരം കൊടുത്തു. കാരണം അവൻ്റെ ജ്ഞാനം. ഈ സ്റ്റീഫൻ തിരിച്ച് അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവർ നിശബ്ദരായിരുന്നു, അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഇവൻ്റെ ജ്ഞാനത്തോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ദൈവിക ജ്ഞാനത്തിൻ്റെ വില മനസ്സിലാക്കി അത് കിട്ടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ആ മാർഗത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടം ചെറിയ നേട്ടമൊന്നുമല്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കിനി ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും വിശുദ്ധരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. ക്യാതറിൻ ഓഫ് സിയന്ന, സിയന്നയിലെ വിശുദ്ധ കത്രീന. ഇനി അവർ സ്കൂള് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പഠിക്കാനൊന്നും പോയിട്ടില്ല. വിദ്യാവിഹീനയായ ഒരു സ്ത്രീ. അവരിന്ന് സഭയിൽ അറിയപ്പെടുന്ന എങ്ങനെയാണ്? പണ്ഡിത, ഡോക്ടർ ഓഫ് ദ ചർച്ച്, പണ്ഡിത. എവിടുന്ന് കിട്ടി ഈ അറിവ്? അത് യേശു അവളെ നേരിട്ട് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായിരുന്നു അവളുടെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ അവളെ സന്ദർശിക്കുകയും അവളെ പഠിപ്പിക്കുകയും ചെയ്തു യേശു. അങ്ങനെയാണ് സഭ ഇന്ന് അവളെ ഒരു പണ്ഡിതയായിട്ട് അംഗീകരിക്കുക. ഒരിക്കൽ ഒരു ആത്മീയ നിർവൃതിയിലേക്ക് ക്യാതറിൻ ഓഫ് സിയന്ന പോയി. ആത്മീയ നിർവൃതിയിൽ അവൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീത്വത്തെക്കുറിച്ച്. ഞങ്ങൾ അച്ഛന്മാർ പോലും ഇത്രയും പഠിത്തം കഴിഞ്ഞിട്ട് സ്ത്രീത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ കഷ്ടപ്പെടുക. അത് ആ രഹസ്യം മനസ്സിലാക്കാനും പ്രസംഗിക്കാനും ഒക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വിശുദ്ധ ഒരു ആത്മീയ നിർവൃതിയിലേക്ക് പോയി. ആ നിർവൃതിയിൽ അവൾ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഓ സ്ത്രീത്വമേ, അവിടുന്ന് ഒരു ആഴക്കടൽ പോലെയാണ്. ഓ ട്രിനിറ്റി, യു ആർ ലൈക്ക് എ ഡീപ് സീ. ഒരാഴക്കടൽ പോലെയാണ്. ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ കൂടുതൽ കണ്ടെത്തുമ്പോൾ അതിനേക്കാൾ ആഴത്തിലേക്ക് പോകാനുള്ള പ്രചോദനം എനിക്കുണ്ടാകുന്നു. അതാണ് സ്ത്രീത്വത്തെക്കുറിച്ച് അവർക്ക് കിട്ടിയ വെളിപ്പെടുത്തലും അവർ വെളിപ്പെടുത്തിയ കാര്യം. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നമുക്കും ഉണ്ടാകാവുന്നതേ ഉള്ളൂ. ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. വാഴ്ത്തപ്പെട്ട അന്റോണിയേറ്റ, ബ്ലസ്സഡ് അന്റോണിയേറ്റ, മരിക്കുമ്പം വെറും 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 5-ാം വയസ്സിൽ തന്നെ ബോൺ ക്യാൻസറും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്ന ഗുരുതരമായ രോഗാവസ്ഥ. പക്ഷെ അവൾക്ക് ദൈവിക വെളിപ്പെടുത്തലുകൾ കിട്ടി. അതുപോലെ യേശുവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. യേശുവിനോടൊരു ഒരു പ്രേമ ലെറ്റർ, പ്രേമിക്കുന്ന ഒരു വ്യക്തി എഴുതുന്നത് പോലെ ഒരു കത്തെഴുതി. ഒരുപാട് പേജുകളുണ്ടായിരുന്നു. ഇനി അതിൽ അവസാനം യേശുവിന് ഉമ്മ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു കത്ത്. മാത്രമല്ല, ഇവളുടെ അമ്മയുടെ അടുത്ത് അവൾ പറഞ്ഞൊരു കാര്യം, ഞാൻ അധികം താമസിയാതെ മരിക്കും.
ഞാൻ മരിക്കുമ്പോൾ അമ്മ കരയരുത്, അമ്മ കരയണ്ട, ഞാൻ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്കാണ് പോവുക. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു അറിവ് കിട്ടി, തൻ്റെ തന്നെ മരണത്തെക്കുറിച്ച് അറിവ്, ദൈവിക ജ്ഞാനം. എന്നാ പ്രായം ഉണ്ടായിരുന്നു ഈ പെങ്കൊച്ചിന് ഇങ്ങനെയൊക്കെ കിട്ടാൻ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജ്ഞാനിയാകാൻ പ്രായമാകണമെന്നില്ല. ഇവിടെ എത്ര പ്രായമായാലും ഇങ്ങനെയുള്ള ജ്ഞാനം നമുക്ക് കിട്ടണമെന്നില്ല, ദൈവത്തെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ജീവിക്കാതെ. ജോൺ മരിയ വിയാനി നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹത്തിന് ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നു. കുമ്പസാരിക്കാനൊക്കെ ആളുകൾ അദ്ദേഹത്തിന് അടുത്ത് വരുമ്പോൾ ആരെങ്കിലും കള്ളക്കുമ്പസാരം നടത്തുന്നുണ്ടെങ്കിൽ, പാപം മൂടി വെച്ച് കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിവ് കിട്ടും. വേറെ ചില കേസിൽ ബോധപൂർവ്വമല്ലായിരിക്കാം, ഓർക്കാതെ പോയി, പാപം മറന്നുപോയ പാപങ്ങൾ അതെല്ലാം ഈ വിശുദ്ധന് വെളിപ്പെട്ട് കിട്ടിയിട്ട് അതെല്ലാം ഓർമ്മിപ്പിച്ച് കുമ്പസാരിപ്പിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുക, ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയായിരുന്നു ഈ ജോൺ മരിയ വിയാനി. വിശുദ്ധ പാദ്രി പിയോ എന്തുമാത്രം ദൈവിക ജ്ഞാനം സമ്പാദിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് സഭയിൽ നിന്നൊരു വിലക്ക് വന്നിട്ട് പബ്ലിക് മാസ് അത് അരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രൈവറ്റ് മാസ് ചൊല്ലി, വേറെ ആരെയും കൂട്ടാതെ തന്നെ നിന്ന് കുർബാന ചൊല്ലി. ഒരു വക്കീൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ ഇത് അനീതിയാണ്, ഞാൻ അച്ഛന് നീതി വാങ്ങിത്തരാം. അങ്ങനെ പറഞ്ഞ് ഈ പാദ്രി പിയോയ്ക്ക് വേണ്ടി വാദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വക്കീലിൻ്റെ കർണക്കുറ്റിക്കിട്ട് ഒരു അടി വെച്ച് കൊടുത്തിട്ട് പാദ്രി പിയോ പറഞ്ഞു, എടാ വ്യഭിചാരി, എൻ്റെ അമ്മയിൽ നിന്ന് നീ എന്നെ അകറ്റാൻ വരുവാണോ? ആ പുള്ളി മാനസാന്തരപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഇന്നങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ജയിലിൽ കിടക്കേണ്ടതാണ്. അപ്പം ആ വക്കീല് പ്രതികാരം വീട്ടാതിരിക്കുമോ? പക്ഷെ ആ പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായി, കാരണം പുള്ളി വ്യഭിചാരിയായിരുന്നു. അപ്പം ആ ഒരു വെളിപ്പെടുത്തൽ ഈ വിശുദ്ധന് കിട്ടിയത് കൊണ്ടാണ് ഒരടി കിട്ടിയെങ്കിലും പുള്ളി അനുദപിച്ച് നല്ല ഒരു വ്യക്തിയായി മാറാനായിട്ട് അത് ഇടവരുത്തി എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ഒരു അക്ഷയനിധിയാണ്. ജ്ഞാനം 7:14 വായിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. സഭാപ്രസംഗൻ 9:13 വായിച്ചാൽ ഒരു ജ്ഞാനിയായ വ്യക്തിക്ക് ചെയ്യാൻ പറ്റിയ വൻ കാര്യങ്ങൾ, ആ ദേശത്തിനെതിരെ ആയുധധാരിയായ ഒരു രാജാവ് വന്നിട്ടും ഈ ജ്ഞാനി മൂലം രാജാവ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവിക ജ്ഞാനം ലഭിക്കാൻ ചില മാർഗങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 1:10 പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ദൈവിക ജ്ഞാനം. ആ സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് ജ്ഞാനത്തിൻ്റെ അളവിലും മാറ്റം വരും. പ്രഭാഷകൻ 6:32 അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സ് വയ്ക്കുന്നവർക്ക് ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ജ്ഞാനിയായി മാറണമെങ്കിൽ അതിനൊരാഗ്രഹം ഉണ്ടാകണം, മനസ്സ് വെച്ച് അതിനുവേണ്ടി അധ്വാനിക്കാൻ സാധിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:14 വായിച്ചാൽ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിക്കും. സഭാ പ്രസംഗൻ 8:16 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, വിശ്രമമന്യേ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ അഭിഷേകം. നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ട് ജ്ഞാനത്തിൻ്റെ അഭിഷേകം, കാരണം മറ്റെന്തിനേക്കാൾ ജ്ഞാനത്തിൻ്റെ അഭിഷേകം അത് പ്രാപിക്കുക എന്നാണ് ദൈവവചനം പറയുക. അതിനുവേണ്ടി നീ എന്ത് നഷ്ടമാക്കിയാലും അത് നഷ്ടമല്ല എന്ന് സുഭാഷിതങ്ങൾ 4:7 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.